എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. ആദ്യ ദിവസം മുതൽ തിയേറ്ററുകളിൽ നിന്നും ഡീസന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 45 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എങ്കിൽ, രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 65 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1.5 കോടി 2 കോടി റേഞ്ചിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബേസിൽ ജോസഫിന്റെ ഈ വർഷത്തെ 2ാമത്തെ സിനിമ കൂടിയാണല്ലോ പൊന്മാൻ. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പൊന്മാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 3ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 1 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടി 50 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 10ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 10 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 8 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 4 കോടിയും കടന്നിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 10 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 18 കോടി 70 ലക്ഷത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ മാസം ജനുവരി മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി 2025 ഈ വർഷത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമേ മാറിയ സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. നിലവിൽ 24 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 24ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 24 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 55 കോടി 80 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഷാഹിദ് കപൂറിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദേവ. നമ്മുടെ മലയാളം സിനിമയായ മുംബൈ പോലീസിന്റെ റീമേക്ക് കൂടിയാണ് ദേവ. തിയേറ്ററിൽ നിന്നും ആവറേജ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ദേവ എന്ന സിനിമ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വിശാൽ നായകനായെത്തിയ മദഗജരാജ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഇന്ത്യൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 53 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിൽ മാത്രമാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ചിത്രം പൊങ്കൽ വിന്നറായി മാറിയ സിനിമ കൂടിയാണ് മദഗജരാജ. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.